തുടർച്ചയായ രണ്ടാം ദിനവും അടിയന്തര പ്രമേയ വിഷയം ചർച്ചയ്ക്കെടുത്ത് സർക്കാർ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ 12 മണി മുതൽ നിയമസഭയിൽ ചർച്ച നടക്കും. ഷീജ ചേരുകയാണ്. ഷീജ, ഇന്നും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ ഒരു ചിത്രം. കാരണം പ്രതിപക്ഷത്തിൻ്റെ ചില ആക്ഷേപങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. കേരളത്തിൽ മരുന്നില്ല, കേരളത്തിൽ ആശുപത്രികൾക്കൊന്നും പുരോഗതിയില്ല, ജനങ്ങൾക്ക് ചികിത്സയില്ല, കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മെഷീൻ വാങ്ങണം. അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ ഒരു കെട്ടഴിച്ച് വിട്ട പ്രതിപക്ഷത്തിന് ഇന്ന് കൃത്യമായ മറുപടി സഭയിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഷീജ. തീർച്ചയായും ഷമ്മി, ഇന്നിപ്പോൾ തുടർച്ചയായ രണ്ടാം ദിനവും അടിയന്തര പ്രമേയം സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കെടുത്തു എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ ജോർജ് തന്നെ, ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത്, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ചർച്ച അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തുറന്ന ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇന്ന് പ്രധാനമായും അവർ നോട്ടീസ് നൽകിയിരുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മരണങ്ങൾ സംസ്ഥാനത്തുണ്ടാകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് നിലവിൽ നോട്ടീസ് നൽകിയത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കില്ല ചർച്ച. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾ, പ്രതിപക്ഷം നടത്തുന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, എല്ലാത്തിനുമുള്ള മറുപടി ഇന്നത്തെ ഈ ചർച്ചയ്ക്കൊടുവിലായി 12 മണി മുതലാണ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. 12 മണി മുതൽ 2 മണിക്കൂറാണ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ആരോഗ്യമന്ത്രി വിശദീകരിക്കും. അതോടൊപ്പം തന്നെ കണക്കുകളും വസ്തുതയും നിരത്തി തന്നെയായിരിക്കും ആരോഗ്യമന്ത്രിയുടെ മറുപടി എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യ വകുപ്പിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവയ്ക്കുള്ളൊരു മറുപടി, ആകെ ഉള്ളൊരു മറുപടിയായി തന്നെയായിരിക്കും ഇന്ന് ഈ ചർച്ചയ്ക്ക് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സംസാരിച്ചതിനു ശേഷമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകുക. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും ഈ ചർച്ചയിലുടനീളം ഉയർന്നു വരികയും. ഷമ്മി. ഷീജ, ഇന്നലെ നമ്മളിത് കണ്ടതാണ്. ഇന്നലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് അത് അനുവദിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് വന്ന പ്രതിപക്ഷത്ത് ഇന്നലെ വാങ്ങിച്ച് കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി തൊട്ട് ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ച ഓരോ ആൾക്കാരും ഈ പ്രതിപക്ഷത്തിന് വയറ് നിറച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ സഭയിലുണ്ടായി. ഇന്നും സമാനമായ സാഹചര്യം. സർക്കാരിന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല, ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ശേഷി സർക്കാരിനുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് രണ്ടാമത് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചതിലൂടെ. ഷീജ. തീർച്ചയായും ഷമ്മി, അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം തുടർച്ചയായ രണ്ടാം ദിനമാണ് ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിൽ തുറന്നൊരു ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. സർക്കാർ ആ രീതിയിൽ തയ്യാറാകുന്നതിന് കാരണം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രതിപക്ഷത്തിന്റെ വ്യാജപ്രചരണത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ അനുമതി നൽകി ചർച്ച നടത്തി മുഖ്യമന്ത്രിയുടെ മറുപടിയിലൂടെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് പ്രതിപക്ഷം പോയത് എന്നുള്ളതാണ്. പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തൊരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഷമ്മി. ഷീജ, ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ പേരിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചർച്ച, നമ്മുടെ മാധ്യമങ്ങൾ അതിന് നൽകിയ പിന്തുണ, ആ പഴയ കെട്ടിടം, ഉപയോഗിക്കാതെ കിടന്ന ഒരു കെട്ടിടം, അത് ഇടിഞ്ഞു വീഴുകയാണ്. നിർഭാഗ്യവശാൽ ഒരു സ്ത്രീക്ക് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതിൻ്റെ പേരിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയിൽ അടക്കം വന്നിട്ടുള്ള കഴിഞ്ഞ 9 വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റം, കേരളത്തിൻ്റെ പൊതുമരാമത്ത് മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഈ കാണുന്ന മാറ്റങ്ങൾ ഇത്രയും ഗംഭീരമായ, ഇതൊന്നും അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല. ശരി, അവരംഗീകരിക്കേണ്ട, പ്രതിപക്ഷം എന്ന നിലയിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരുപക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നത്തെ ഒരു ചർച്ചയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും, അല്ലേ ഷീജ?
തീർച്ചയായും ഷമ്മി, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം കഴിഞ്ഞ LDF സർക്കാർ അധികാരമേറിയത് മുതൽ തന്നെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും നേരെ ഈ പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം അത് വലിയ തോതിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഓരോ ഘട്ടത്തിലും ഇതിനെ നേരിടുന്നത് വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ എല്ലാ വ്യാജ പ്രചരണങ്ങളും പൊളിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു ചർച്ചയും ആ ചർച്ചയ്ക്കുള്ള മറുപടിയും എന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം ആ രീതിയിൽ ഏത് രീതിയിലാണോ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് കൃത്യമായ എണ്ണം സഹിതം അക്കമിട്ട് നിരത്തി തന്നെ ആരോഗ്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഷമി.